ഏറെക്കാലമായി പ്രേക്ഷകർ അവരുടെ ഇഷ്ടദമ്പതികളായ നടൻ ബാലയെയും ഭാര്യ എലിസബത്ത് ഉദയനെയും ഒന്നിച്ച് കണ്ടിട്ട്. ബാലയുടെ പോസ്റ്റുകളിൽ എലിസബത്തിന്റെ പോസ്റ്റിൽ ബാലയോ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഭാര്യ തൻ്റെ അടുത്തില്ല എന്ന വിധിയെക്കുറിച്ചും ബാല പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്മസിന് ബാലയോടൊപ്പം എലിസബത്ത് ഉണ്ടായില്ല. എലിസബത്ത് എന്നാൽ തങ്കപ്പെട്ട പെൺകുട്ടി എന്നാണ് ബാലയുടെ ഭാഷ്യം. ഒരിക്കലും ഭാര്യ എലിസബത്തിനെ കുറ്റം പറയുന്നുമില്ല. എന്നാൽ മുൻ ബന്ധത്തെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് അനുദിനം ബാല പുറത്തുവിടുന്നത്. എന്തുകൊണ്ടാണ് എലിസബത്ത് ബാലയോടൊപ്പം ഉണ്ടാവാത്തത് എന്നതിന് ഉത്തരമായി. കുറച്ചു നാളുകൾക്ക് മുമ്പ് എലിസബത്ത് ഡോക്ടർ ജോലിയുമായി മറ്റൊരു നാട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ പല സാഹചര്യങ്ങളും എലിസബത്ത് തനിയെ കൈകാര്യം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. പനി പിടിച്ച സമയത്തുൾപ്പെടെ എലിസബത്ത് തനിയെയായിരുന്നു. അപരിചിതരായവർ ആയിരുന്നു അന്ന് എലിസബത്തിനൊപ്പം. അച്ഛനും അമ്മയും പോലും നാട്ടിലായിപ്പോയി. തൻ്റെ ആക്റ്റീവ് പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ്, ഫേസ്ബുക്ക് വീഡിയോ എന്നിവയിലാണ് എലിസബത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് ഇക്കാര്യങ്ങൾ പറയുക. എലിസബത്ത് ബാല കൂടെയില്ലാതെ പിറന്നാൾ കേക്ക് മുറിച്ചെടുത്തു നിന്നുമാണ് വിവാദങ്ങൾക്ക് തുടക്കം. പിന്നെ ബാലയോടൊപ്പം ഇല്ലാതിരുന്നെങ്കിലും ബാല ഒരിക്കൽ എലിസബത്തിനെ കുറിച്ച് പൊതുവേദിയിൽ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ക്രിസ്മസിന് എലിസബത്ത് ബാലയോടൊപ്പം ഇല്ലാതെ പോയത്? ഇത്തവണ ക്രിസ്മസിന് എലിസബത്ത് അന്യസംസ്ഥാനത്തുള്ള തൻ്റെ ആശുപത്രിയിലായിരുന്നു. ലീവ് കിട്ടിയില്ല. ഡ്യൂട്ടിയുണ്ട്. കേക്ക് കട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളുമായി കൂടി കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന് ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാർസ് ഒന്നും കിട്ടിയില്ല. ഞാനും സുഹൃത്തുക്കളും ചേർന്നാണ് ആഘോഷം. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ടായി. ചിലപ്പോൾ ജോലിയും പഠിപ്പുമായി നിങ്ങൾ ആഘോഷങ്ങൾ മിസ് ചെയ്യും. പറ്റുന്ന പോലെ എല്ലാവരും ആഘോഷിക്കുക എന്ന് എലിസബത്ത് ക്രിസ്മസ് തലേന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. ആർഭാടമേതുമില്ലാത്ത ഒരു വീഡിയോ ആയിരുന്നു അത്. ബാല സർജറി കഴിഞ്ഞ നാളുകളിൽ എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു. 3ാം വിവാഹ വാർഷികം ഡാൻസ് ചെയ്താകും ആഘോഷിക്കുക എന്ന് അന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു.